ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. ബജറ്റ് ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ മറുപടി പറയും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നതിന്റെ ഉദാഹരണമാണ് നിരവധി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ പങ്കാളിയാകുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ US സന്ദർശനം ഇന്ന് ആരംഭിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ച ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പരോൾ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ ആരംഭിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ കേരളം അസം പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാജ്യസഭയിൽ BJP അംഗം സി സദാനന്ദൻ മാസ്റ്റർ നന്ദിപ്രമേയം അവതരിപ്പിക്കും. ബജറ്റ് ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ മറുപടി പറയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്ന് ലോകം അംഗീകരിക്കുന്ന കാര്യമാണ്. നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ പങ്കാളികളാകുന്നത് ഇതിനുദാഹരണമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. We will have around 5 speakers from BJP today, 4 to 5, because the total time kept is 18 hours. So as per that, we have 3 days discussion. Prime Minister will reply on 4th evening. So keeping that in mind, India will have around 55% of the time. After the motion is moved by Sarvananda Sonowalji and to be seconded by Tejasvi Surya, the leader of opposition will speak. ഈ മാസം 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ 1ാം ഘട്ടം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് 2ാം ഘട്ടം. 2 ഘട്ടങ്ങളിലുമായി 30 ദിവസമാണ് ഇരുസഭകളും ചേരുക. PM ശ്രീ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിന് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണുള്ളതെന്നും ഇതിനായി സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് നൽകുന്ന അപേക്ഷകൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. PM श्री स्कूल को खोलने की व्यवस्थित क्राइटेरिया है. उसकी ग्रामीण इलाका में एक मूल्यांकन की प्रक्रिया है, शहरी इलाका में एक मूल्यांकन की प्रक्रिया है. एक फॉर्मेट पब्लिक डोमेन में है, सारे स्कूल्स उसमें अप्लाई करते हैं, उसकी एक मूल्यांकन होती है. स्टेट गवर्नमेंट उसको भारत सरकार को समीक्षा करके भेजती है. ग्रामीण इलाका में 60% अगर वो क्राइटेरिया में वेटेज रहता है उसको चयन किया जाता है. शहरों में 70% की. अभी तक 100% मैं कह सकता हूँ पारदर्शी तरीके से उसकी हुआ है. अगर कोई विषय छूटा है तो फिर उस राज्य सरकार के माध्यम से आएगा तो हम उसको देख सकते हैं. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലും നൈപുണ്യ ആവാസ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന രൂപരേഖയാണ് കേന്ദ്ര ബജറ്റ് 2026-27 അവതരിപ്പിച്ചിരിക്കുന്നത്. സർഗാത്മക വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രധാന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള 15,000 സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഇന്ത്യയെ നൂതന ഉൽപാദനത്തിനും നൂതന ആശയങ്ങൾക്കുമുള്ള ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് 2026-27 കേന്ദ്ര ബജറ്റെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ ചല്ല ശ്രീനിവാസുലു ഷെട്ടി. ഈ വർഷത്തെ ബജറ്റ് ഗ്രാമീണ നഗര പൈതൃക മേഖലകൾക്കിടയിൽ മികച്ച സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുമെന്ന് ശ്രീ ഷെട്ടി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. വൈകുന്നേരം ഭുവനേശ്വറിലെത്തുന്ന രാഷ്ട്രപതി ഖോർദ, ജാജ്പൂർ, ബാലാസോർ, പുരി, മയൂർഭഞ്ച് ജില്ലകളിൽ വിവിധ ഔദ്യോഗിക, അക്കാദമിക, സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. നാളെ ഒഡീഷയിലെ ജാജ്പൂരിൽ മാബിരാജ ക്ഷേത്ര ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നവീഗയയിൽ പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ബാലാസോറിൽ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. റായ്രംഗ്പൂരിലെ മഹുൾ ദിഹയിലുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമായും രാഷ്ട്രപതി സംവദിക്കും. വൈകുന്നേരം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ രാഷ്ട്രപതി സ്വന്തം ജില്ലയായ മയൂർഭഞ്ചിൽ റായ്രംഗ്പൂരിലെ ഹോളിഡേ ഹോം ഉദ്ഘാടനം ചെയ്യും.
ഗോത്രവർഗ നേതാവ് സുനാറാം സോറന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന രാഷ്ട്രപതി ഒരു സ്പോർട്സ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച സെംലിപാൽ ദേശീയോദ്യാനം സന്ദർശിക്കും. ഗോത്രവിഭാഗത്തിലെ സ്ത്രീകളുമായും യുവജന സംഘങ്ങളുമായും രാഷ്ട്രപതി സംവദിക്കും. ഈ മാസം 7-ന് രാഷ്ട്രപതി ഛത്തീസ്ഗഡിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ആധുനിക യുദ്ധമുറകളിലെ വെല്ലുവിളികളെ നേരിടാൻ സൈനിക ഉദ്യോഗസ്ഥരെ സജ്ജരാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ട്രൈ സർവീസസ് ഫ്യൂച്ചർ വാർഫെയർ കോഴ്സിന്റെ 3ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 3 ആഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ 3 സായുധ സേനകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. ഇതിനു പുറമെ സ്റ്റാർട്ടപ്പുകൾ, MSMEകൾ, പ്രതിരോധ, പൊതുമേഖലാ, സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ US സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ച ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. വിതരണ ശൃംഖലയുടെ ശേഷി വർദ്ധിപ്പിക്കൽ, ഹരിത ഊർജ്ജത്തിലേക്കുള്ള മാറ്റം, നിർണായക ധാതുക്കളിലെ തന്ത്രപരമായ സഹകരണം എന്നീ വിഷയങ്ങളിലായിരിക്കും മന്ത്രിതല യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പരോൾ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം വച്ചത്. പയ്യന്നൂരിൽ പോലീസിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകുന്നതിന് പോലീസ് കൈക്കൂലി വാങ്ങിയ സംഭവം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് KK രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. പയ്യന്നൂരിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമാണെന്ന് മന്ത്രി MB രാജേഷ് സഭയിൽ അറിയിച്ചു. അതേസമയം സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ ഇന്ന് ആരംഭിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അസ്വാഭാവിക മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. സംഭവത്തിൽ പ്രത്യേക ജുഡീഷ്യൽ അന്വേഷണത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസം 30-നാണ് ഡോക്ടർ CJ റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന N വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അർമേനിയയിലെത്തി. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. അർമേനിയൻ തലസ്ഥാനമായ യെരേവനിൽ എത്തിയ സംഘത്തെ അർമേനിയയിലെ ഇന്ത്യൻ അംബാസിഡർ നിലാക്ഷി സാഹ സിൻഹയും അർമേനിയൻ സായുധസേന ഡെപ്യൂട്ടി ചീഫ് തെമൂർ ഷഹനാസരിനും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി തണ്ണീർത്തടങ്ങളും പാരമ്പര്യ അറിവുകളും എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിലെ അസോല ഭാട്ടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് മുഖ്യ അതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. ബജറ്റ് ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ മറുപടി പറയും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നതിന്റെ ഉദാഹരണമാണ് നിരവധി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ പങ്കാളിയാകുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ US സന്ദർശനം ഇന്ന് ആരംഭിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ച ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
പരോൾ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ ആരംഭിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ കേരളം അസം പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.